നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമായിരുന്നു ഇന്ന് രാവിലെ മുതൽ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം തന്നെ അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അവിടുത്തെ വിശദാംശങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം അസമിൽ 85.53%, പോണ്ടിച്ചേരിയിൽ 89.87% പോളിംഗുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും അസമിൽ ഭരണ തുടർച്ച തേടുന്ന NDAയും അധികാരം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് സഖ്യവും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടന്നിരുന്നത്. അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ ഒരു നിലവിലത്തെ സാഹചര്യം, സ്ഥിതിവിശേഷം എന്താണെന്ന് നമുക്ക് വിഷ്ണു തലവൂരിൽ നിന്നും അറിയാം. വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ഒരു സമയത്ത് അസമിലും പോണ്ടിച്ചേരിയിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ അവിടെയും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് നിലവിലത്തെ സാഹചര്യം? എന്തായാലും ആസാമിലും പുതുച്ചേരിയിലും വലിയ മികച്ച പോളിംഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ആസാമിൽ ഏകദേശം 85% പോളിംഗ് ആസാമിൽ രേഖപ്പെടുത്തിയിരുന്നു. പുതുച്ചേരിയിലും ഏകദേശം 90% പോളിംഗ് ആണ് എന്തായാലും ഇന്നലെ രേഖപ്പെടുത്തിയത്. നിലവിൽ SIRമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആളുകളെ പുറത്താക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയൊരു പോളിംഗ് രേഖപ്പെടുത്തുകയും ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചായാലും BJPയെ സംബന്ധിച്ചായാലും ഇത്തവണ ആസാമിൽ കടുത്ത പോരാട്ടം തന്നെയാണ് ഇരു പാർട്ടികളും നടത്തുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് ഒരു തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ഭരണമാണ് ആസാമിൽ ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ 2016 ശേഷം വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ നീക്കങ്ങളും ആസാമിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ആസാമിൽ നടന്നിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, വാക്പോരുകളൊക്കെ ആസാമിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മക്കെതിരെ വലിയ തരത്തിലുള്ള പ്രചരണമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നിലവിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ മികച്ച പോളിംഗ് തന്നെയാണ് ആസാമിലും അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിന്ധൂരി.